ചരിത്രം തന്നെയാണ്. ഒരിക്കൽ കൂടി സാരേ ജഹാസെ അച്ഛ നമ്മൾ കേട്ട ദിവസമാണ്. രാജഗോപാൽ കമ്മത്ത് നമുക്കൊപ്പം, ശാസ്ത്ര വിദഗ്ധൻ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ രാജഗോപാൽ കമ്മത്ത്. വലിയ ശുഭപ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാവരും ശുഭാൻഷു ശുക്ലയുടെ മടക്കത്തെ ആ യാത്രയെ കാത്തിരിക്കുകയാണ്. 14 ദിവസം എന്ന് പറഞ്ഞു പോയി 18 ദിവസം 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് മടക്കം. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ്. നമ്മൾ ഗഗൻയാനുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനുണ്ട്. അപ്പോൾ അതൊക്കെയായിട്ട് മുന്നോട്ട് പോകാൻ ഈ യാത്ര, ശുഭാൻഷുവിന്റെ ഈ യാത്ര വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു അൺലോക്കിങ്ങും നാളത്തെ സ്പ്ലാഷ് ഡൗണും ഒക്കെ കഴിയുമ്പോൾ ഒരു നമ്മുടെ ആ ലോ എർത്ത് ഓർബിറ്റ് എക്കോണമിയിലേക്കുള്ള കടക്കൽ ഏകദേശം ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. വളരെ വിപുലമായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മുടെ ഗഗൻയാൻ മിഷൻസ് മാത്രമല്ല, ഗഗൻയാൻ 1, 2, 3 തുടങ്ങിയ മിഷനുകളും, മൂൺ ലാൻഡിംഗ് മിഷനും, പിന്നെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും അതൊക്കെ അടുത്ത ഘട്ടങ്ങളാണ്, അടുത്ത ദശകങ്ങളിൽ തന്നെ. ഈ ദശകത്തിൽ തന്നെ എനിക്ക് സാധ്യമാവുന്നതാണ് ഗഗൻയാനും എനിക്ക് തോന്നുന്നു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ ഘട്ടങ്ങളും. പിന്നെ ചന്ദ്രയാൻ 4, 5 തുടങ്ങിയ മറ്റു മിഷൻസും, ശുക്രയാൻ തുടങ്ങിയ മിഷൻസ്. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും എനിക്കിതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയെന്ന് പറയുന്നത്, ഇപ്പോ സ്പേസിൽ എങ്ങനെ നമുക്ക് ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം സുഗമമാക്കാൻ വേണ്ടി എങ്ങനെ നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാവും എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് മോശമായി പോകുന്ന ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ഉപകരണങ്ങൾക്ക് കാര്യക്ഷമത കൂട്ടുകയും അതുവഴി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ ഇപ്പോൾ ട്രോമ കെയറിന്റെ കാര്യത്തിൽ ഇപ്പോ ക്യാപ്സ്യൂൾ തന്നെ, ഒരു സ്പേസ് ക്യാപ്സ്യൂൾ നമ്മൾ വികസിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ധാരാളം ഡയമെൻഷൻസ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ട്രോമ ഉള്ളവരും പൊള്ളലേറ്റവരും ഒക്കെ ഇത്തരം കണ്ടീഷൻസിലാണ്. അതുപോലെ തന്നെ ഇപ്പൊ വെന്റിലേറ്റർ പോലുള്ള വസ്തുക്കൾ, ഇതൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്പേസ് പ്രോഗ്രാമുകളുടെ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഈവൻ നമ്മളിപ്പോ സംസാരിക്കുന്ന മൊബൈൽ ഫോണുകളും എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വിപുലീകരിച്ചു വന്നിട്ടുള്ളതാണ്. റിമോട്ട്, അപ്പോ അതൊക്കെ ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയതാണ്. നമ്മുടെ അടുക്കളയിൽ വരെ സ്പേസിൽ നിന്നുള്ള, സ്പേസ് ടെക്നോളജിയിൽ നിന്നുള്ള വസ്തുക്കൾ എത്തിയിട്ടുണ്ട്. മൈക്രോവേവ് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, താപം, ഇപ്പൊ ശുഭാംശു ഇറങ്ങുന്ന ആ ഒരു ഹീറ്റ് ഷീൽഡ് ഉണ്ട്. അതായത് ക്യാപ്സ്യൂളിന്റെ, സ്പേസ് ക്യാപ്സ്യൂളിന്റെ ഹീറ്റ് ഷീൽഡ് ഉണ്ട്. അപ്പൊ ആ ഹീറ്റ് ഷീൽഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം ഹീറ്റ് ഷീൽഡിന്റെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മളിപ്പോ ദൈനംദിനമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ ശുഭാംശു ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നാളെ നമ്മുടെ വീടുകളിൽ എത്തും. അപ്പൊ അതാണ് സ്പേസ് ടെക്നോളജിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോ എല്ലാവരും കാത്തിരിക്കുന്നത് ശുഭാംശു എത്തിയ ശേഷം അത് നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങളെ എങ്ങനെ കൂടുതൽ വേഗം കൈവരിക്കാൻ സഹായിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചയെ കൂടുതൽ അത് വിപുലമാക്കുമോ എന്നതൊക്കെയാണ്. എങ്കിലും ഏറ്റവും അടുത്ത ഭാവിയിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണ നേട്ടങ്ങൾ എങ്ങനെയായിരിക്കും ISROയുടെ ദൗത്യങ്ങൾക്കൊരു കരുത്തായി മാറുക? ഇദ്ദേഹം ഒരു കൂട്ടം വിവരങ്ങളുമായിട്ടാണ് ഇപ്പോ വരുന്നത്. ധാരാളം പരിചയ സമ്പത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 18 ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാലയളവാണ് സ്പേസിൽ കഴിയുക എന്ന് പറയുന്നത്. അപ്പോ ആ സമയത്ത് അവിടുന്ന് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളും, അത് മാത്രമല്ല ലിഫ്റ്റ് ഓഫ് മുതലുള്ള പരിചയ സമ്പത്തുണ്ട്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റ് സഹയാത്രികർക്ക് കൈമാറുകയും ഗഗൻയാൻ മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യാം. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വലിയൊരു അവസരമാണ് കിട്ടിയത്. കാരണം ഇതുപോലെ മറ്റൊരു ഏജൻസി വഴി നമുക്ക് സ്പേസിലേക്ക് പോകാൻ അവസരം കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടത്തെ ഇതുപോലുള്ള പരീക്ഷണം നടത്തി അനേകം ദശകങ്ങൾ എടുക്കും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ കൊളാബറേഷന്റെ കാലമാണ്. അപ്പോൾ അദ്ദേഹം സ്വാംശീകരിച്ച വിവരങ്ങൾ ഇവിടെ വന്ന് കൈമാറുകയും അതുവഴി നമുക്ക് ഗഗൻയാൻ മിഷൻ കൂടുതൽ വിപുലപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. ഇപ്പൊ സ്പേസ് സ്റ്റേഷനിലാണ് പോയിരിക്കുന്നത് അദ്ദേഹം. ഒരു ക്യാപ്സ്യൂളിലും സ്പേസ് സ്റ്റേഷനിലും പോയി. അപ്പോൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന് വേണ്ടിയുള്ള കാര്യങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അവിടുന്ന് ആ പരിചയ സമ്പത്തും കൂടെ നേടിയിട്ടുണ്ട്. ഇപ്പോ ഗഗൻയാന്റെ കാര്യം നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം നേട്ടമാകും, നമ്മുടെ ബഹിരാകാശ മേഖലയിൽ നമ്മുടെ കുതിപ്പിന് എത്രത്തോളം സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്.